ശ്യാം ദേവരാജുണ്ട്. ശ്യാം ദേവരാജ്, ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 55 മിനിറ്റ്. നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നു. 11 മണിക്ക് തന്നെ ആദ്യ കേസായിട്ടാണോ ഇത് പരിഗണിക്കുന്നത്? ശ്യാം, അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ ഏറ്റവും സുപ്രധാനമായ വിധി പ്രസ്താവമാണ് അല്പസമയത്തിനുള്ളിൽ പുറത്തുവരിക. ആദ്യം കോടതിയിലെ നടപടിക്രമങ്ങൾ 11 മണിക്ക് കോടതിയിലെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. കോടതിയിലെ നടപടിക്രമങ്ങൾ ആരംഭിക്കുമ്പോൾ ഒന്നാമത്തെ കേസായാണ് ഈ കേസ്, കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസ് പരിഗണിക്കുന്നത്. അത് വാദത്തിന് വേണ്ടിയാണ് പരിഗണിക്കുന്നത്. വാദത്തിന് വേണ്ടി പരിഗണിക്കുന്നു എന്ന് വെച്ചാൽ ശിക്ഷാവിധിയിന്മേലുള്ള വാദത്തിന് വേണ്ടിയാണ് അത് പരിഗണിക്കുന്നത്. ആ ശിക്ഷാവിധിയിന്മേലുള്ള വാദം ആദ്യമേ തന്നെ കേൾക്കുമോ അതോ മറ്റ് കേസുകൾ പരിഗണിച്ചതിന് ശേഷം ആയിരിക്കുമോ കേൾക്കുക എന്നൊരു സംശയം കൂടിയുണ്ട്. കാരണം 14 കേസുകളാണ് ഇന്ന് പരിഗണനാ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത്. അത് മറ്റു പല കേസുകൾ, അത് ജാമ്യാപേക്ഷകളുണ്ട്, മറ്റ് സിവിൽ കേസുകളുണ്ട്, അത്തരം കേസുകളൊക്കെ ഉണ്ട്. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ ഒന്നാമത് ഈ കേസ് എടുത്താലും പിന്നീട് വാദം കേൾക്കാൻ മറ്റ് കേസുകൾ പരിഗണിച്ച് മാറ്റിയതിനു ശേഷം വാദം കേൾക്കുക എന്ന നടപടിയിലേക്ക് ഒരുപക്ഷെ കോടതി നടക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കടന്നാൽ തന്നെ ആ വാദം കേൾക്കുക എന്നത് എത്ര സമയം നീളും എന്നത് ഒരു ചോദ്യമാണ്. ആ ശിക്ഷാവിധിയിലുള്ള വാദമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് സാധാരണഗതിയിൽ അതിവേഗം തന്നെ തീരാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ 5 മിനിറ്റോ 10 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റോ ഒക്കെ അതിനുള്ളിൽ തന്നെ തീരാൻ സാധ്യതയുണ്ട്. പ്രോസിക്യൂഷനാണ് ആദ്യം വാദം ഉന്നയിക്കുക. ആ പ്രോസിക്യൂഷന്റെ വാദം എന്നത് പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണം എന്ന് തന്നെയാണ്. ആ പരമാവധി സംശയം, ഇപ്പോൾ 6 പ്രതികൾ ഉള്ളത് കൊണ്ട് 6 പ്രതികളുടെയും അഭിഭാഷകരോട് കോടതി ചോദിക്കുമല്ലോ. 6 പേരുടെയും അഭിഭാഷകർക്ക് കോടതിയിൽ അവരുടെ വാദം അവതരിപ്പിക്കാനുള്ള സമയം കിട്ടില്ലേ? കിട്ടും. ഡോക്ടർ അരുൺ, അങ്ങനെ എല്ലാവർക്കും, എല്ലാ അഭിഭാഷകർക്കും ലഭിക്കും. ഇതിൽ ചില പ്രതികൾക്ക് 2 പ്രതികൾക്ക് ഒരു അഭിഭാഷകൻ എന്ന നിലയിലൊക്കെയാണ്. സ്വാഭാവികമായ 2 പ്രതികളുടെയും വാദം ഒരുമിച്ചായിരിക്കും അവതരിപ്പിക്കുക. ഇത് എല്ലാവർക്കുമെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളും എല്ലാവർക്കും ലഭിക്കാനുള്ള ശിക്ഷയും ഏതാണ്ട് സമാനമാണ്, ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ കൂട്ടബലാത്സംഗം എല്ലാ പ്രതികളും ഒരുമിച്ച് ഒരേ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തു. അതുകൊണ്ട് തന്നെ എല്ലാ പ്രതികൾക്കും ഒരേ ശിക്ഷ തന്നെയാണ് ലഭിക്കുക.